കോഴിക്കോടും തൃശൂരും വൻ ലഹരി മരുന്ന് വേട്ട. കഞ്ചാവും MDMA ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ പിടികൂടി. സംഭവത്തിൽ 3 പേർ അറസ്റ്റിലായി. പുതുവത്സരാഘോഷം മുന്നിൽ കണ്ട് വിൽപ്പനയ്ക്കെത്തിച്ച ലഹരി വസ്തുക്കളാണ് പിടികൂടിയത്. കോഴിക്കോട് ഡാൻസ് ഓഫ് സംഘവും നടക്കാവ് പോലീസും നടത്തിയ പരിശോധനയിൽ കാറിന്റെ ഡിക്കിയിൽ 4 ചാക്കുകളിലായി സൂക്ഷിച്ചിരുന്ന കഞ്ചാവ് കണ്ടെടുത്തു. സംഭവത്തിൽ കാസർഗോഡ് സ്വദേശികളായ മുഹമ്മദ് ഫൈസൽ, അബൂബക്കർ സിദ്ദിഖ് എന്നിവർ അറസ്റ്റിലായി. CI PK ജിജീഷ്, SI ബിനു മോഹൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. 13 ലക്ഷം രൂപ വില മതിക്കുന്ന കഞ്ചാവാണ് പിടിച്ചെടുത്തത്. കോഴിക്കോട് YMCA റോഡിൽ ഈ ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് ഇങ്ങനെ വൻതോതിൽ ലഹരി ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നുള്ള ഇൻഫർമേഷൻ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ 51.9 കിലോഗ്രാം കഞ്ചാവ് ഇന്നലെ പിടികൂടിയിട്ടുണ്ട്. 2 പേരാണ് അറസ്റ്റ് ചെയ്തത്. അവർ കാസർഗോഡ് സ്വദേശിയാണ്. ഒരാൾ മുഹമ്മദ് ഫൈസൽ, രണ്ടാമത് അബൂബക്കർ സിദ്ദിഖ്. തൃശൂരിൽ നടന്ന പരിശോധനയിൽ 40 ഗ്രാം MDMA-യും 15 ബോട്ടിൽ ഹാഷിഷ് ഓയിലുമാണ് ലഹരി വിരുദ്ധ സ്ക്വാഡ് പിടികൂടിയത്. സംഭവത്തിൽ കുന്നംകുളം സ്വദേശി അജിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി വൻതോതിൽ ലഹരി വസ്തുക്കൾ എത്താനുള്ള സാധ്യത മുന്നിൽ കണ്ട് പരിശോധന ശക്തമാക്കുമെന്ന് പോലീസ് അറിയിച്ചു. തൃശൂർ ബ്യൂറോക്കൊപ്പം 24 കോഴിക്കോട്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.